ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ എന്താണ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ബംഗാൾ വിഭജനവും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനവും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സ്വദേശി പ്രസ്ഥാനവും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം വാസ്കോഡഗാമയുടെ വരവോടുകൂടിയാണ് ഇന്ത്യ ചരിത്രത്തിൽ എന്താണ് നമ്മൾ യൂറോപ്യൻ വിദേശികളുടെ ആധിപത്യങ്ങൾക്ക് ഇന്ത്യയിൽ ആരംഭം കുറിക്കുന്നത്. അതിനു മുമ്പും വിദേശികൾ ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് വന്നിട്ടുണ്ട്. യൂറോപ്യൻസിന് മുമ്പും വിദേശികൾ ഇന്ത്യയുമായിട്ട് കച്ചവടം, നമ്മൾ പുരാതന ഗ്രീസുമായിട്ടും അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ അറബികളുമായിട്ടൊക്കെ നമ്മൾ എന്താണ് ഒരുപാട് കച്ചവടങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അവിടേക്കാണ് വാസ്കോഡഗാമ എന്ന് പറയുന്ന വ്യക്തി കാപ്പാട് വന്ന് കപ്പലിറങ്ങുന്നതോടുകൂടി യൂറോപ്യന്മാരെന്താണ് കപ്പൽ മാർഗം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ സമ്പത്തുകൾ തേടിയിട്ട് എന്താണ് വരാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ ബഹുഭൂരിപക്ഷമായിട്ട് പിടിച്ചടക്കിയ ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തിയായിരുന്നു ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. അവരെന്ത് ചെയ്തു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മെല്ലെ 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 കീഴടക്കി എന്താണ് കച്ചവടത്തിനായിട്ട് വന്നിട്ടുള്ള കമ്പനി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഭരണം സ്ഥാപിക്കുകയും സ്വാഭാവികമായിട്ടും കച്ചവടത്തിന് വന്നവർ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഭരണം സ്ഥാപിക്കുമ്പോൾ ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അതിനെതിരായിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ സൃഷ്ടിക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, വലുതും ചെറുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിയുന്നതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തായി മാറുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷ് രാജ്യത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന് കീഴിലായിട്ട് മാറുന്നു. ഇതെല്ലാം നിങ്ങൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഈ 1857 ശേഷം ഇന്ത്യയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ബ്രിട്ടീഷുകാർക്ക് വെല്ലുവിളി നേരിടുന്ന സംഭവ വികാസങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും എന്താണ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പുകൾ എന്താണ് പല ഭാഗത്തും ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി 1885 ഡിസംബർ 28 ഒരു സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷമാണ് 1885 ഡിസംബർ 28. എവിടെ വെച്ചാണ് അത് രൂപീകൃതമായത്, എവിടെ വെച്ചാണ് INC എന്ത് ചെയ്തത്, രൂപീകൃതമായത്? ആർക്കെങ്കിലും അറിയാമോ എവിടെ വെച്ചാണ്, ഏതാണ് സ്ഥലം? അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക. കൊൽക്കത്തയിൽ വെച്ചല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്, ബോംബെയിൽ വെച്ചാണ്. ബോംബെയിൽ വെച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നു. ഏകദേശം 72ഓളം പേർ എന്താണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പൂനെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്ത് പൂനെയിൽ എന്താണ് പ്ലേഗ് എന്ന് പറയുന്ന അസുഖം വളരെ വലുതായ രീതിയിൽ, വളരെ മാരകമായ രീതിയിൽ എന്താണ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് INCയുടെ ആദ്യത്തെ സമ്മേളനം എവിടേക്ക് വെക്കുന്നത്, ഈ പറയുന്ന ബോംബെയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് എന്താണ് ഒരു സംഘടന രൂപീകൃതമായി, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്താണ് ഒരു സംഘടന ഉണ്ടായി. മറ്റു സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും എന്താണ് ഇന്ത്യക്കാരുടെ എന്താണ് ചരിത്രത്തിൽ തന്നെ, നമ്മുടെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു സംഘടനയാണ് 1885 ഡിസംബർ 28 രൂപീകൃതമാകുന്നത്. ഇത് രൂപീകരിച്ച A.O. ഹ്യൂമിന് പോലും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ സംഘടന എന്താണ്, ഈ സംഘടന ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ വഴിമാറ്റുന്ന ഒരു സംഘടനയായി രൂപപ്പെടുമെന്ന് A.O. ഹ്യൂം പോലും എന്ത് ചെയ്തിട്ടുണ്ടായില്ല, അദ്ദേഹം പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പൊ 1885 ഡിസംബർ 28 INC ബോംബെയിൽ വെച്ച് രൂപീകൃതമാകുന്നു. അപ്പോ രൂപീകൃതമാകുന്ന കാലഘട്ടത്ത് തന്നെ INCയുടെ സ്വഭാവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുമായിട്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ഫൈറ്റിലേക്ക് പോവുക എന്നുള്ള രീതികളായിരുന്നില്ല. മറിച്ച് എങ്ങനെയായിരുന്നു,
അവർക്ക് എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾ അവരെ എന്താണ് നിവേദനങ്ങളിലൂടെ ഒക്കെ അറിയിക്കുക എന്നുള്ള ഒരു രീതിയിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്ത് നടന്നുപോയിരുന്നതാണ് INC-യുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നുപോയിരുന്നത്. അപ്പോ ആ കാലഘട്ടത്തെ 1885 മുതൽ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകൃത കാലഘട്ടം മുതൽ 1905 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് മിതവാദികളുടെ കാലഘട്ടം അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസ് എന്നാണ്. എന്താണ്? മിതവാദികളുടെ കാലഘട്ടം അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസ് എന്ന് മുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിട്ട് 1905 വരെയുള്ള 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. അതിനുശേഷം 1905 ശേഷം 1919 വരെയുള്ള കാലഘട്ടം എന്താണ്? ഈ പറയുന്ന തീവ്രവാദികളുടെ കാലഘട്ടം അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്താണ്? 1905 മുതൽ 19 വരെയുള്ള കാലഘട്ടം നമ്മൾ അറിയപ്പെടുന്നത് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നാണ്. അപ്പോ എന്താണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 1885 കോൺഗ്രസിന് ഒരു പ്രവർത്തന രീതികൾ ഉണ്ടായിരുന്നു. എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാരോട് എന്താണ് വളരെ അവരോട് യാതൊരു പ്രതിഷേധങ്ങൾക്കും ഒന്നിനും പോകാതെ എന്താണ് അവർക്ക് എന്താണ് കത്തുകൾ എഴുതുക, നിവേദനങ്ങൾ നൽകുക, അങ്ങനെയുള്ള ഒരു രീതി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തികളാണ് ഈ ഗോഖലെ ആയാലും WC ബാനർജി ആയാലും ഫിറോസ് ഷാ മെഹ്ദിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിന്റെ എന്താണ് ഈ മോഡറേറ്റ് ഫേസിന്റെ നേതാക്കന്മാരായിരുന്നു. എന്നാൽ ആ കാലഘട്ടം പയ്യെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോരാ, നമ്മള് ഇങ്ങനെ എന്താണ് ഇവർക്ക് ഇങ്ങനെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇവർ പരിഗണിക്കില്ല. ഇവർക്കെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായ രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അവരെയാണ് നമ്മൾ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് വിളിക്കുക. എന്താണ്? അതായത് നിലവിലുള്ള നേതൃത്വത്തിനെതിരായിട്ട് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ അവർക്ക് നിവേദനങ്ങളൊന്നും കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത പുതിയ തലമുറയിൽ ഉണ്ടായി. ആ ഒരു തലമുറയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൺഗ്രസിന്റെ എക്സ്ട്രീമിസ്റ്റ് കാലഘട്ടം അല്ലെങ്കിൽ എന്താണ് തീവ്രവാദി കാലഘട്ടം എന്ന് വിളിക്കുക. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന സഖ്യം. നിങ്ങൾ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. ഈ 3 നേതാക്കന്മാരെയാണ് നമ്മൾ സ്വതന്ത്ര സമര ചരിത്രത്തിൽ ലാൽ പാൽ ബാൽ സഖ്യം എന്ന് വിളിക്കുന്നത്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലകൻ. അപ്പോ ഈ സമയത്ത് ഞാൻ പറഞ്ഞു 1904-05 കാലഘട്ടങ്ങളിലാണ് കൂടുതലായിട്ട് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളെ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് അവര് ഈ പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഈ ഇങ്ങനെ ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഒരു തീവ്ര ദേശീയ ചിന്താഗതി ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാകുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വൈസ്രോയി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് കഴ്സൺ പ്രഭു എന്നുള്ളത്. എന്താണ്? കഴ്സൺ പ്രഭു. ഇന്ത്യയിൽ തീവ്ര ദേശീയ ചിന്താഗതിക്ക് ആക്കം കൂട്ടാൻ സഹായിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ് 1899 മുതൽ 1905 കാലഘട്ടം വരെയുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വൈസ്രോയി ആയിരുന്ന കാലഘട്ടം. നിങ്ങൾക്ക് അദ്ദേഹം ഇന്ത്യയുടെ വൈസ്രോയി ആയി വരുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അതായത് കോൺഗ്രസിന്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തെ സഹായിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് പ്രസ്താവിച്ച വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പ്രസ്താവിച്ചത്? കോൺഗ്രസിന്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തെ സഹായിക്കുവാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ എന്താണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് തന്റെ വരവിന്റെ ലക്ഷ്യമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ 1899 തന്നെ കഴ്സൺ എന്ന് പറയുന്ന വൈസ്രോയി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോ ഈ കഴ്സൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ചത് അന്ന് ബ്രിട്ടന്റെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് ആ പോസ്റ്റ് ഉള്ളത്.
എന്താണ് നമ്മളിപ്പോ ഒന്ന് വിദേശകാര്യമന്ത്രി എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു പദവിയാണ് ഈ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന കഴ്സൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ച സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആണ് ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്നത്. എന്താണ് ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്നത്? ആരാണ്? കഴ്സണെ ഇന്ത്യയിലേക്ക് അയച്ച സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആണ് ലോർഡ് ബ്രോഡ്രിക് എന്നറിയപ്പെടുന്നത്. അപ്പോ കഴ്സൺ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടത്തെ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു H.H. റിസ്ലെ എന്ന് പറയുന്നത്. എന്താണ്? H.H. റിസ്ലെ ആഭ്യന്തര സെക്രട്ടറി, അല്ലെങ്കിൽ എന്താണ് ഹോം സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത്? H.H. റിസ്ലെ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, കഴ്സൺ എന്തായിട്ട് വരികയാണ്? ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് വരുന്നു 1899. അദ്ദേഹത്തെ നിയമിക്കുന്നത് ആരാണ്? ലോർഡ് ബ്രോഡ്രിക് എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത്? H.H. റിസ്ലെ എന്ന് പറയുന്നത്. ഇവർക്ക് 3 പേർക്ക് കോമൺ ആയിട്ടൊരു സംഭവം, അതായത് ഇന്ത്യക്കാരോട് അത്രക്ക് വലിയ പ്രീതിയൊന്നുമില്ലാത്ത, ഇന്ത്യക്കാരെ തങ്ങളുടെ കീഴിൽ അടിച്ചമർത്തി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മൂവ്മെന്റുകളെയും തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 വ്യക്തികളായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോർഡ് ബ്രോഡ്രിക്കും H.H. റിസ്ലെയും പിന്നെ എന്താണ് നമ്മളുടെ കഴ്സൺ പ്രഭു. ഇപ്പൊ ഇവർ 3 പേരും എന്താണ് സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരായിരുന്നു. ഈ പറയുന്ന നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ എന്താണ് ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ, ഈനാമ്പേശിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ ഒരു വളരെ സ്വഭാവത്തിലും എന്താണ് ആശയങ്ങളിലും ഒക്കെ ഒരുപാട് സാമ്യതകൾ പുലർത്തിയിരുന്ന വ്യക്തികളാണ് ഈ 3 പേരും. അത് H.H. റിസ്ലെ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് യുണൈറ്റഡ് ബംഗാൾ ഇസ് എ ത്രെറ്റ് എന്നാണ്. എന്താണ്? അതായത് ഐക്യ ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് എന്താണ്? ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് H.H. റിസ്ലെ എന്ന് പറയുന്നത്. അതായത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ എന്താണ്? ഒരു ശക്തിയാണ്. അതിനെ നമ്മൾ ബംഗാളിനെ വിഭജിച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ ശക്തി കുറയും, നമ്മളെ എതിർക്കുന്ന ആളുകളുടെ എന്ത് ചെയ്യും? ശക്തി ചോർന്നു പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? H.H. റിസ്ലെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരേ സമാന ചിന്താഗതിക്കാരായ, ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തണമെന്ന് ഒരേ മനസ്ഥിതിയുള്ള 3 പേർ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ വരികയാണ്. ഇതേ സമയം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത്. എന്നാൽ അതിലും എന്താണ്? അതിലും ബ്രിട്ടീഷുകാരുടെ അപ്രമാദിത്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, 1904 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനം. ഈ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. എന്താണ്? ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. 1904 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ചാണ് നടക്കുന്നത്? ബോംബെയിൽ വെച്ചാണ് നടക്കുന്നത്. അതിന്റെ തലപ്പത്ത് വരുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ എന്തായ അവസ്ഥ? സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് ബ്രോഡ്രിക് ആണ്. വൈസ്രോയി എന്ന് പറയുന്നത് കഴ്സൺ പ്രഭു ആണ്. ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് H.H. റിസ്ലെ ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടും ആരാണ് വരുന്നത്? ഒരു വിദേശിയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. സ്വാഭാവികമായും എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന വിദേശിയൊന്നുമല്ല. ആരെന്ന് പറയുന്നത്? ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. അദ്ദേഹം 4ാമത്തെ വിദേശിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന 4ാമത്തെ വിദേശിയാണ് ആരെന്ന് പറയുന്നത്? ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. അതിനു മുമ്പ് എന്താണ്? 3 വിദേശികൾ എന്തായിട്ടുണ്ട്? ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിട്ടുണ്ട്. 1ാമത്തെ വ്യക്തി ജോർജ് യൂൾ ആണ്. അദ്ദേഹം 1888 അലഹദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരമാണ്
ജോർജ് യൂൾ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1888. എവിടെ വെച്ചാണ് സമ്മേളനം നടന്നത്? അലഹദാബാദിൽ വെച്ച്. ഇനി രണ്ടാമത്തെ വിദേശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? രണ്ടാമത്തെ വിദേശിയായിരുന്നു വില്യം വെണ്ടർബേൺ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം വില്യം വെണ്ടർബേൺ എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ട് തവണ പ്രസിഡന്റായ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ, രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശി ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം ഈ വില്യം വെണ്ടർബേൺ ആണ്. ആദ്യത്തെ ആരാണ്? ആദ്യത്തേത് ജോർജ് യൂൾ ആണ്, 1888 അലഹബാദ് സമ്മേളനം. രണ്ടാമത്തേത് ആരാണ്? വില്യം വെണ്ടർബേൺ ആണ്, 1889 ബോംബെ സമ്മേളനത്തിലാണ് അദ്ദേഹം എന്താവുന്നത്? ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷം എന്താണ്? വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ആവുന്നു. 1910 അലഹദാബാദ് സമ്മേളനത്തിൽ അദ്ദേഹം എന്താവുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. ഇനി മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആൽഫ്രഡ് വെബ് എന്നാണ്. ആൽഫ്രഡ് വെബ് അദ്ദേഹം എന്നാണ്? അദ്ദേഹം 1894 മദ്രാസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഏതാണ്? 1894 മദ്രാസ് സമ്മേളനത്തിൽ ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു? ഈ പറയുന്ന ആൽഫ്രഡ് വെബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. അപ്പോ ഈ പറഞ്ഞ നമ്മൾ മുകളിൽ പറഞ്ഞ ഹെൻറി കോട്ടന് മുമ്പ് എന്താണ്? 3 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്തായിട്ടുണ്ട്? പ്രസിഡന്റുമാരായിട്ട് നിന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആൾ ആരാണ്? ജോർജ് യൂൾ ആണ്. രണ്ടാമത്തേത് വില്യം വെണ്ടർബേൺ ആണ്. മൂന്നാമത്തേത് എന്താണ്? ആൽഫ്രഡ് വെബ് ആണ്. നാലാമത്തെ വ്യക്തിയാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. 1904 ഹെൻറി കോട്ടൺ എന്താവുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കെന്താണ്? നമുക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോ H.H. റിസ്ലയുടെ ഒക്കെ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം. എന്താണ്? ബംഗാളിനെ വിഭജിക്കണം, അല്ലെങ്കിൽ എന്താണ് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബംഗാൾ എന്ന് പറയുന്നത്. ഈ ബംഗാളിനെ എന്ത് ചെയ്യണം? വിഭജിക്കണം. വിഭജിച്ചാൽ മാത്രം എന്തുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് അതൊരു ഭീഷണിയാകാതെ ഇരിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അവരെന്ത് ചെയ്തു? അതിനുള്ള നടപടികളുമായിട്ട് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ കഴിയുന്നുണ്ടോ? ഇത് 1905 മുമ്പ് ഉള്ള ഒരു ബംഗാൾ എന്ന് പറയുന്ന ആ പ്രൊവിൻസിന്റെ എന്താണ് ഒരു ചിത്രമാണ്. നിങ്ങൾ നോക്കുക, ഈ ഗ്രീൻ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? വെസ്റ്റേൺ ബംഗാളും അപ്പുറത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ഈസ്റ്റേൺ ബംഗാളുമാണ്. അപ്പോ ഇത്രയും ഭാഗങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു അന്നത്തെ എന്തെന്ന് പറയുക? അന്നത്തെ ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? അവിടെ ബീഹാർ വരും, ഒറീസ വരും, പിന്നെ എന്താണ് ആസാം വരും, ബംഗാൾ വരും. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ എന്താണ് ഈ ബംഗാൾ പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു. അതായത് ബീഹാറിൽ എന്താണ്? ഹിന്ദിയാണ്. ഒഡീഷ ഹിന്ദി ഒഡിയയായിരുന്നു. ബംഗാളിൽ ബംഗാളി സംസാരിക്കുന്ന ആളുകളായിരുന്നു. ആസാമിലാണെങ്കിൽ ആസാമി സംസാരിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ പിന്നെ എന്താണ് പല ഗോത്രവർഗ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പ്രൊവിൻസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടം മുതൽ തന്നെ അവിടെ ഒരു ആശയം ഉണ്ടായിരുന്നു. എന്തായത് ഈ പറയുന്ന പ്രൊവിൻസിനെ എന്താണ് പലതായിട്ട് വിഭജിക്കണം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം. എന്താണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം. അപ്പൊ എന്താണ് കൂടുതൽ എന്താവും ഭരണകാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ള ആശയം എന്താണ് ആ കാലഘട്ടത്തിൽ തന്നെ എന്താണ് മുന്നിലോട്ട് വെക്കപ്പെട്ടിരുന്നു. അപ്പോ കൾസൺ വരുന്നു. കൾസൺ എന്ന് പറയുന്നത് എന്താണ്? കൾസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് കേട്ടോ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയും? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയും. ഈ പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയം വളരെ വിജയകരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്
കഴ്സൺ പ്രഭു എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി വളരെ വിജയകരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയി ആയിരുന്നു ആര്? കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. എന്നാൽ ആദ്യമായിട്ട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ ആണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആദ്യമായിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്ന പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അറിയാവുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യുക. ആർക്കും അറിയില്ല. ഫൈൻ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ഈ പറയുന്നത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് പോളിസി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ച വ്യക്തി, നിങ്ങൾ മേയോ എന്ന് പറയുന്ന പ്രഭുവിനെ കുറിച്ച് കേട്ടോ? മേയോ പ്രഭു എന്ന് പറയുന്ന ഒരു വൈസ്രോയി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1869 മുതൽ 1872 വരെയാണ് ഇന്ത്യയിൽ സെൻസസ് ഒക്കെ, ജാതി തിരിച്ചും സമ്പത്ത് തിരിച്ചുമൊക്കെ ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? മേയോ പ്രഭു എന്ന് പറയുന്നത്. ഈ മേയോ ആണ് ആദ്യമായിട്ട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ആദ്യ രൂപമൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഈ സെൻസസ് പോലും എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കിയത്. ഈ മേയോ പ്രഭുവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് വൈസ്രോയി ആയിരിക്കെ വധിക്കപ്പെട്ട വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? മേയോ പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹം പോർട്ട് ബ്ലെയറിലുള്ള സെല്ലുലാർ ജയിൽ സന്ദർശിക്കുന്ന സമയത്ത് അന്ന് അവിടുത്തെ തടവ് പുള്ളിയായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻകാരനായിട്ടുള്ള ഷേർ അലി എന്ന് പറയുന്ന ആളുടെ ആക്രമണത്തിലാണ് ഈ പറയുന്ന മേയോ പ്രഭു എന്ത് ചെയ്യപ്പെടുന്നത്? കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ അതവിടെ പോട്ടെ. മേയോ ആണ് ആദ്യമായിട്ട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയുടെ മണ്ണിൽ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ ആരംഭിച്ചത്. പക്ഷെ അത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? അത് വളരെ വിജയകരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഈ പറയുന്ന കഴ്സൺ പ്രഭുവാണ്. ഈ ബംഗാളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഈ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ബംഗാളിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ബംഗാളിനെ വിഭജിക്കണം എന്ന് പറയുന്ന ഒരു ആശയം മുന്നേ അവിടെ നിലവിലുണ്ടായിരുന്നു. ഈ റിസ്ലെയും ഈ പറയുന്ന കഴ്സണും ഒക്കെ എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? ആ ആശയത്തെ വെറുതെ ഒന്ന് എടുത്ത് പൊടി തട്ടിയെടുത്തു. എന്നിട്ട് ഇവര് പറഞ്ഞു, അതായത് നമ്മൾ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ വിഭജിക്കുന്നത് അത് ശരിയല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? വിഭജിക്കാം. ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. അതായത് ഡെവലപ്ഡ് ബംഗാൾ എന്നും അൺഡെവലപ്ഡ് ബംഗാൾ എന്നും എന്ത് ചെയ്യാം? നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. അങ്ങനെ വിഭജിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ അൺഡെവലപ്ഡ് ബംഗാളിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയും ഈ ഡെവലപ്ഡ് ബംഗാളിനൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയും? അൺഡെവലപ്ഡ് ബംഗാളിനെ എത്തിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കഴ്സൺ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയല്ല ബംഗാളിനെ എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് വിഭജിക്കുന്നത്. എങ്ങനെയാണ്? കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും. ഈ പച്ച ഭാഗത്ത് കാണുന്നതാണ് പടിഞ്ഞാറൻ ബംഗാള്. ഈ മറ്റേ കളറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ ചന്ദന കളറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത്. അങ്ങനെ ഡെവലപ്മെന്റ് ബേസ് ചെയ്തു വിഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ നടന്നത് ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം എന്ന് പറഞ്ഞാലും അത് ആ ബംഗാളിനെ വിഭജിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ മേഖലയും കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയുമായിരുന്നു. പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയും കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയുമാണ്. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 എന്ത് ചെയ്യുന്നത്? കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ഞാൻ
റെഫർ ചെയ്ത ചില ബുക്കുകളിൽ ഇതെന്താണ് ജൂലൈ 19 എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങളിപ്പോ തൽക്കാലം ജൂലൈ 20 തന്നെ എന്ത് ചെയ്യുക. മലയാളത്തിലുള്ള റാങ്ക് ഫയലുകളിൽ കൂടുതലും ജൂലൈ 20 ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ബിപിൻ ചന്ദ്രയുടെ ഒക്കെ എന്താണ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ബിപിൻ ചന്ദ്ര അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്ന് എഴുതിയത്. ആ പുസ്തകത്തിലാണ് കൂടുതലായിട്ട് എന്താ പറയുന്നത് 1905 ജൂലൈ 19 ഈ ബംഗാൾ വിഭജന പ്രഖ്യാപനം നടന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ജൂലൈ 20 തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു, 1905 ജൂലൈ 20 കഴ്സൺ എന്ത് ചെയ്തു, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. നോക്ക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. 1905 ജൂലൈ 20 എന്താണ്, കഴ്സൺ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ അഥവാ മുസ്ലിം മെജോറിറ്റി ഏരിയ, പടിഞ്ഞാറൻ ബംഗാൾ അഥവാ ഹിന്ദു മെജോറിറ്റി ഏരിയ എന്നിങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തു, വിഭജിച്ചു. എന്നാണ് വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 എന്നാൽ ഈ വിഭജനം നിലവിൽ വരുന്നത് എന്നാണ്, ഈ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 എന്താണ്, ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 രണ്ട് ചോദ്യങ്ങൾ അവിടെ മനസ്സിലാക്കി പഠിക്കണം. രണ്ട് ചോദ്യങ്ങൾ വരും. എന്താണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതെന്നാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 എന്ത് ചെയ്തത്, ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 പക്ഷേ ഈ പറയുന്ന എല്ലാ പ്രഖ്യാപനം നടത്തിയത് ആരായിരുന്നു? പ്രഖ്യാപനം നടത്തിയത് കഴ്സൺ പ്രഭു ആയിരുന്നു. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് കഴ്സൺ ആയിരുന്നില്ല, മറിച്ച് മറ്റാരായിരുന്നു? മിന്റോ രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആരാണ്? ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? അത് മിന്റോ രണ്ടാമനായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിന്റെ എല്ലാ കാര്യങ്ങളും ആര് റെഡിയാക്കി? കഴ്സൺ റെഡിയാക്കി. എല്ലാ പേപ്പറുകളും എല്ലാ വർക്കുകളും അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ പ്രഖ്യാപനം വരെ കഴ്സൺ നടത്തി. ഈ സമയത്താണ് കഴ്സണും ബ്രിട്ടീഷ് ഗവൺമെന്റും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും രാഷ്ട്രീയപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും കഴ്സൺ എന്ത് ചെയ്യുന്നു? കഴ്സൺ ഇന്ത്യയുടെ വൈസ്രോയി സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നു. കഴ്സൺ ഇന്ത്യയുടെ വൈസ്രോയി സ്ഥാനം രാജിവെക്കുന്നു. അങ്ങനെ കഴ്സണി പകരം പിന്നീട് ഇന്ത്യയിലേക്ക് വൈസ്രോയി ആയി വരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മിന്റോ രണ്ടാമൻ എന്ന് പറയുന്നത്. 1905 മുതൽ 1910 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? മിന്റോ രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20 പ്രഖ്യാപിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ആര്? കഴ്സൺ പ്രഭു. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. അടുത്തത്, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. നിലവിൽ വരുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അത് മിന്റോ പ്രഭുവാണ്, മിന്റോ രണ്ടാമനാണ്. മാറിപ്പോകരുത്. അത് അങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കുവാനായിട്ട്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? മിന്റോ രണ്ടാമനാണ്. സ്വാഭാവികമായിട്ടും ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തെ എന്താണ് രണ്ടായി വിഭജിച്ചപ്പോൾ ബംഗാളികൾ വെറുതെ ഇരുന്നില്ല. അവർ എന്ത് ചെയ്തു? അവർ വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് എന്ത് ചെയ്തു? മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോ നമ്മൾ ഈ ഒക്ടോബർ 16 അല്ലെങ്കിൽ ഈ ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഒക്ടോബർ 16 നമ്മളുടെ രാഷ്ട്രം അല്ലെങ്കിൽ ബംഗാൾ അതിനാചരിച്ചത് എന്തായിട്ടാണ്? ദേശീയ വിലാപ ദിനം അല്ലെങ്കിൽ നാഷണൽ മോർണിംഗ് ഡേ ആയിട്ടാണ്. എന്താണ് നാഷണൽ മോർണിംഗ് ഡേ അല്ലെങ്കിൽ എന്താണ്? ദേശീയ വിലാപ ദിനമായിട്ടാണ് നമ്മൾ ഇതിനെ ആചരിച്ചത്. ഈ പറയുന്ന ഒക്ടോബർ 16 നമ്മൾ എന്ത് ചെയ്തത്? ബംഗാളികൾ ആചരിച്ചത്. മാത്രമല്ല എന്ത് ചെയ്തു? ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യമൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ എന്ത് നടക്കപ്പെട്ടു? രക്ഷാബന്ധൻ നടക്കപ്പെട്ടു. അതായത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ കയ്യിലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിലും എന്ത് ചെയ്യപ്പെട്ടു? ഞങ്ങൾ ഏകോദര സഹോദരന്മാരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഭജനം ഞങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്തു?
രക്ഷാബന്ധൻ സെറമണികൾ നടത്തി. അതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ബംഗാളിൽ എല്ലായിടങ്ങളിലും എന്ത് ചെയ്തു? ഞങ്ങളുടെ സഹോദര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് രക്ഷാബന്ധൻ സെറമണികൾ നടത്തുകയുണ്ടായി. അപ്പോ ഈ 1905 ഒക്ടോബർ 16 എന്ത് സംഭവിച്ചു? ബംഗാൾ വിഭജനം നടന്നു. ആ ദിനം നമ്മൾ ആചരിക്കുന്നത് ദേശീയ വിലാപ ദിനം, നാഷണൽ മൗണിംഗ് ഡേ ആയിട്ടാണ്. മാത്രമല്ല രവീന്ദ്രനാഥ ടാഗോറിന്റെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം എന്ത് ചെയ്തു? അന്ന് ബംഗാളിൽ എല്ലായിടങ്ങളിലും രക്ഷാബന്ധൻ ദിനമായിട്ട് കൂടി അവരെന്ത് ചെയ്തു? ആചരിച്ചു. അപ്പോ ഈ ബംഗാൾ വിഭജിച്ചു. ബംഗാളിൽ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഈ പ്രക്ഷോഭങ്ങളിലൊന്നും അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരുന്നില്ല ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത്. മറിച്ച് ജനങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, ജനങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടായിക്കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 500-600 പിക്കറ്റിങ്ങുകളും ജാഥകളും മീറ്റിങ്ങുകളും ആ കാലഘട്ടത്തിൽ അവിടെ ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ബംഗാളിന്റെ മണ്ണിൽ എന്ത് ചെയ്തു? നടന്നു. അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബംഗാളിലെ ബരിസാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു കോൺഫറൻസ് നടന്നു. അതിന് ഒരു കോൺഫറൻസ് അല്ല, ഒരുപാട് കോൺഫറൻസുകൾ നടന്നു. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അശ്വനി കുമാർ ദത്ത എന്നറിയപ്പെടുന്നത്. ബരിസാൽ കോൺഫറൻസ്. ബരിസാൽ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, ബംഗാളിലുള്ള ഒരു സ്ഥലമാണ്. എന്തെന്ന് പറയുന്നത്? ബരിസാൽ എന്ന് പറയുന്നത്. അവിടെ ഈ ജനങ്ങളെല്ലാം, ഈ കൂടുന്ന ജനങ്ങളെയൊക്കെ എന്തുണ്ടാകണം? ദേശീയതയെ കുറിച്ച് അറിവുണ്ടാകണം. പിന്നെ അവരിൽ തീവ്രമായിട്ടുള്ള ദേശീയ ബോധം സൃഷ്ടിക്കണം. ജനങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഒരു വികാരം സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ട് പല രീതിയിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബരിസാൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അശ്വനി കുമാർ ദത്ത എന്ന് പറയുന്നത്. ആരാണ്? അശ്വനി കുമാർ ദത്ത. ബരിസാൽ കോൺഫറൻസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അശ്വനി കുമാർ ദത്ത. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാർ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അവരുടെ സ്വഭാവം വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇതിനെ അടിച്ചമർത്തുവാനായിട്ട് ശ്രമിക്കും. ഇവിടെയും എന്ത് ചെയ്തു? അത് തന്നെ സംഭവിച്ചു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഈ സമരങ്ങളെ അടിച്ചമർത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ ലാത്തി ചാർജുകൾ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ അക്രമത്തിലൂന്നിയ ഈ അടിച്ചമർത്തലുകളെ ഭയന്നുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തില്ല? പുറത്തിറങ്ങുവാനായിട്ട് മടി കാണിക്കുവാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഒരു പത്രം എന്ത് ചെയ്തു? ജനങ്ങളെ വീണ്ടും എന്ത് ചെയ്തു? ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഫോഴ്സ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ബൈ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രം എന്ത് ചെയ്തു? ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. നിങ്ങൾ ഒളിച്ചിരിക്കരുത്, അവർ നമ്മളെ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചടിക്കും എന്നാണ് ആ പത്രം എഴുതിയത്. ആ പത്രത്തിന്റെ പേരാണ് യുഗാന്തർ എന്നുള്ളത്. യുഗാന്തർ പത്രം. എന്താണ് എഴുതിയത്? ഫോഴ്സ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ബൈ ഫോഴ്സ്. ഫോഴ്സ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ബൈ ഫോഴ്സ്. ആ പത്ര പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ദ 30 crores ഓഫ് Indians inhabiting in India must raise their hands, stop this case of oppression. The force must be stopped by force എന്നാണ് ആ പത്രം എന്ത് ചെയ്തത്? എഴുതിയത്. അതായത് ഇന്ത്യയിലുള്ള 30 കോടി ജനങ്ങൾ അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഈ അടിച്ചമർത്തുകളെ തടയണം എന്നുള്ളതാണ് ആ പത്രം എഴുതിയ പത്രത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? യുഗാന്തർ എന്നറിയപ്പെടുന്നത്. യുഗാന്തർ. ഈ പത്രത്തിന് 2 പത്രാധിപന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് പി കെ ഘോഷ് എന്നാണ്. പി കെ ഘോഷ് എന്ന ബരീന്ദ്രകുമാർ ഘോഷ്. പി കെ ഘോഷ് എന്ന് പറയുന്ന ബരീന്ദ്രകുമാർ ഘോഷ്. യുഗാന്തർ പത്രത്തിന്റെ പത്രാധിപനായിരുന്നു. ആരാ? ബരീന്ദ്രകുമാർ ഘോഷ് എന്ന് പറയുന്ന പി കെ ഘോഷ്. രണ്ടാമത്തെ വ്യക്തിയാണ് ഭൂപേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്ന പി എൻ ദത്ത. ആരൊക്കെയാണ്? യുഗാന്തർ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആരെല്ലാം? ഒന്ന് ബരീന്ദ്രകുമാർ ഘോഷ് എന്ന് പറയുന്ന പി കെ ഘോഷും, രണ്ടാമത്തേത് ഭൂപേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്ന പി എൻ ദത്തയും. നിങ്ങൾ ആരെങ്കിലും ഇവരെ
അറിയുമോ? ഈ പറയുന്ന BK ഘോഷിനെ കുറിച്ചോ അല്ലെങ്കിൽ BN ദത്തയെ കുറിച്ചോ ഇതിനു മുമ്പ് അറിവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒരു കാര്യം ചോദിക്കുമോ? ഉണ്ടെങ്കിൽ യെസ് എന്നോ ഇല്ലെങ്കിൽ നോ എന്നോ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ. കൈയൊക്കെ വെറുതെ ഒന്ന് ഇണക്കാം. അറിയെങ്കിൽ അറിയാം യെസ്, അല്ലെങ്കിൽ നോ. ഫൈൻ, ഓക്കെ. അപ്പൊ ഈ ബരീന്ദ്രകുമാർ ഘോഷിനെ വളരെ നല്ല രീതിയിൽ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരിചയമുണ്ടാകൂ. പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരനെ പേര് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ചരിത്രം ഒരുവിധം പഠിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പേരാണ് അരബിന്ദോ ഘോഷ് എന്ന് പറയുന്നത്. അരബിന്ദോ ഘോഷിനെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവുമോ? മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും. അരബിന്ദോ ഘോഷിന്റെ സഹോദരനാണ് ഈ ബരീന്ദ്രകുമാർ ഘോഷ് എന്ന് പറയുന്നത്. ബരീന്ദ്രകുമാർ ഘോഷ് അല്ലെങ്കിൽ BK ഘോഷ് എന്ന് പറയുന്നത് ആരുടെ സഹോദരനാണ്? അരബിന്ദ ഘോഷിന്റെ സഹോദരനാണ്. ഈ ഭൂപേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്തയുടെ സഹോദരനാണ്. നരേന്ദ്രനാഥ് ദത്തയെ നിങ്ങൾ അറിയും. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ അറിയുക? ഏത് പേരിലാണ് നിങ്ങൾ നരേന്ദ്രനാഥ് ദത്തയെ അറിയുക? ആ പേര് ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ എല്ലാവരും പറയും. വെരി ഗുഡ്. സ്വാമി വിവേകാനന്ദൻ എന്ന പേരിലാണ് നിങ്ങൾ ആരെ അറിയുന്നത്? ഈ പറയുന്ന നരേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറിയുന്നത് എന്താണ്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന പേരിലാണ്. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഭൂപേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും പത്രാധിപന്മാരായിട്ടുള്ള പത്രമാണ് എന്തെന്ന് പറയുന്നത് യുഗാന്തർ എന്ന് പറയുന്ന പത്രം. ഈ പത്രമാണ് ബ്രിട്ടീഷ് അട്രോസിറ്റിക്കെതിരായിട്ട് എന്ത് എഴുതിയത്? ഫോഴ്സ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ബൈ ഫോഴ്സ് എന്ന് എഴുതിയത്. അപ്പൊ എന്താണ്? അങ്ങനെ ബംഗാളിന്റെ വിഭജനം നടന്നു. ബംഗാളിന്റെ വിഭജനത്തിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ജനങ്ങളാണ് ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് വരികയാണ്. എന്താണ്? തുടർന്ന് ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഈ ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് നടക്കുന്ന സമരങ്ങളുടെ ഭാഗമാവുകയും അവർ എന്താണ്? ഈ ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു സമര പരിപാടി ആവിഷ്കരിക്കുകയും ചെയ്തു. ആ സമര പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് സ്വദേശി മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്? എന്താണ്? ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും അവർ എന്താണ് മുന്നോട്ട് വെച്ച സമര പരിപാടിയായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില കോട്ടുകൾ കൂടി നോക്കിയിട്ട് പോകാം. അതായത് ബംഗാൾ വിഭജനത്തെ കുറിച്ചുകൊണ്ട് നമ്മളുടെ അന്ന് ദേശീയ സമര നേതൃത്വങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ മഹനീയരായിട്ടുള്ള ചില വ്യക്തികൾ പല പ്രസ്താവനകളും നടത്തുകയുണ്ടായി. ആ പ്രസ്താവനകളിൽ 2 or 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെട്ടതിന് ശേഷം എങ്ങോട്ട് കടന്നു പോകാം? ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. നോക്കുക, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂവിഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉരുവിടുന്ന ചുടുരക്തമാണ് എന്ത് ചെയ്യുന്നത്? ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ അടുത്ത പ്രസ്താവന, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മളുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തുവാൻ ആർക്കാകില്ല? അവർക്കാകില്ല. ഈ 2 പ്രസ്താവനകളും നടത്തിയത് ആരാണ്? ഈ 2 പ്രസ്താവനകളും നടത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇതൊരു ക്രൂരമായ തെറ്റാണ്. എന്താണ്? ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഇതൊരു ക്രൂരമായിട്ടുള്ള തെറ്റാണ് എന്ന് പ്രസ്താവിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്തെന്ന് പ്രസ്താവിച്ചത്? ഇതൊരു ക്രൂരമായിട്ടുള്ള തെറ്റാണ് എന്ന് പ്രസ്താവിച്ചത്. ഇനി അടുത്തത് നോക്കുക, ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമാണ് ബംഗാൾ വിഭജനം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? അത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമാണ് എന്തെന്ന് പ്രഖ്യാപിച്ചത്.
ബംഗാൾ വിഭജനം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയും ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുമാണ്. അപ്പോ ഇതാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ബംഗാൾ വിഭജനം പഠിക്കേണ്ടി വരുന്നത്? കാരണം സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായത് എന്താണ്? ഈ പറയുന്ന ബംഗാൾ വിഭജനം എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ്. അപ്പോ ബംഗാൾ വിഭജനത്തിന് കാരണമായത് എന്താണ്? ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിനല്ല, സ്വദേശി പ്രസ്ഥാനത്തിന് കാരണമായത് എന്താണ്? അത് ഈ പറയുന്ന ബംഗാൾ വിഭജനം ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ എന്താണ്, നമ്മളുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സ്വദേശി പ്രസ്ഥാനം എന്താണ്? സ്വദേശി പ്രസ്ഥാനം എന്താണ്? സ്വദേശി പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് നടന്ന സമരങ്ങളാണ്. അപ്പൊ 1905 ഓഗസ്റ്റ് 7 ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 7 എന്നാണ്. 1905 ഓഗസ്റ്റ് 7 എന്താരംഭിക്കുന്നത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം? നമുക്ക് അതിന് കിടക്കുന്നതിലേക്ക് മുമ്പ് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? നമ്മളുടെ ദേശത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇന്ത്യക്കാർ നിർമ്മിക്കുന്ന സാധന സാമഗ്രികൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. ഇതാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പിടിച്ചുകുലുക്കലുകൾ ഉണ്ടാക്കിയ ഒരു സംഭവ വികാസമാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ എവിടെയൊക്കെ ഉണ്ടാക്കി? സ്വദേശി മൂവ്മെന്റ് കല, സാഹിത്യം, ചിത്രരചന, അങ്ങനെയുള്ള സർവ്വ മേഖലകളിലും ഇന്ത്യക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സമര രീതിയാണ്, അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ പറയുന്ന കല, സാഹിത്യത്തിൽ മാത്രമല്ല, പിന്നെ എന്താണ്? ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എന്താണ്? സംരംഭങ്ങൾ. ഇതൊക്കെ എന്താണ്? ഇന്ത്യക്കാരെ തുടങ്ങുവാനായിട്ട് പ്രേരിപ്പിച്ച ഒരു സമരമായിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്നാണ് ആരംഭിച്ചത്? 1905 ഓഗസ്റ്റ് 7 2015 മുതൽ ഈ ഓഗസ്റ്റ് 7 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തായിട്ടാണ് ആചരിക്കുന്നത്? അത് കൈത്തറി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സുരഭി, വെരി ഗുഡ് സുരഭി. കൈത്തറി ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ആചരിക്കുന്നത്. എന്ന് മുതൽ 2015 മുതൽ ഓഗസ്റ്റ് 7 എന്നുള്ളത് ഇന്ത്യ ആചരിക്കുന്നത് എന്തായിട്ടാണ്? കൈത്തറി ദിനമായിട്ടാണ്. കൈത്തറി ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഗസ്റ്റ് 7 ആലോചിക്കുന്നത്, അത് നമ്മൾ ആചരിക്കുന്നത്. എന്ന് മുതലാണ്? 2015 മുതൽ. ഇനി ഈ സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്? വന്ദേ മാതരം മൂവ്മെന്റ്. എന്താണ്? വന്ദേ മാതരം മൂവ്മെന്റ് എന്നറിയപ്പെടുന്നതും എന്താണ്? സ്വദേശി പ്രസ്ഥാനത്തെ തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? വന്ദേ മാതരം മൂവ്മെന്റ് എന്നും അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് വന്ദേ മാതരം മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്? അതായത് ആ കാലഘട്ടം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തുണ്ടായിരുന്നില്ല? സ്വന്തമായിട്ടൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല? സ്വന്തമായിട്ടൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ ഉണ്ടായിരുന്നില്ല. 1896 കൊൽക്കത്ത സമ്മേളനം, 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ എന്ത് പാടുന്നത്? വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം. അതായത് ആനന്ദ് മഠ് എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന് പറയുന്ന ഒരു നോവലിലുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുള്ള വന്ദേ മാതരം എന്ന് പറയുന്ന ആ പാട്ട് അല്ലെങ്കിൽ ആ ഗാനം നമ്മളുടെ നാഷണൽ സോങ് ആണ് എന്തെന്ന് പറയുന്നത്? വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പോ വന്ദേ മാതരം എന്ന് പറയുന്ന സോങ് 1896 അതുവരെ എന്തില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വന്തമായിട്ട് ഒരു സ്ലോഗൻ ഇല്ല. 1896 ആദ്യമായിട്ട് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നു? വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ആലപിക്കുന്നു. ഈ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? റഹ്മത്തുള്ള
സയാനി എന്ന് പറയുന്നത്. ആരാണ്? റഹ്മത്തുള്ള സയാനി. ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരാം. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ആ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചു. ആരാണ് ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരാം. അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും INCക്ക് എന്ത് വരുന്നു? ഒരു സ്ലോഗൻ വരുന്നു. എന്ത്? വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സ്ലോഗൻ INC എന്താണ്? അവരുടെ ഭാഗമായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വന്ദേ മാതരത്തെ എന്ത് ചെയ്തു? ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രധാന മുദ്രാവാക്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഉയർത്തി കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നത്? വന്ദേ മാതരം മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വന്ദേ മാതരം മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ 1905 എന്താണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ മറ്റൊരു സമ്മേളനം എവിടെ വെച്ച് നടക്കുന്നു? UPയിലെ ബനാറസിൽ വെച്ച് നടക്കുന്നു. 1905 എന്ത് നടക്കുന്നു? ഉത്തർപ്രദേശിലുള്ള ബനാറസിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു സമ്മേളനം നടത്തുന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ച് എന്താണ്? സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തി. എന്താണ്? 1905 ബനാറസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തുന്നത്. ആരായിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. സ്വദേശി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നുള്ള ആശയമാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി എന്ന് പറയുന്നത്. എന്താണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം. അതായത് സ്വദേശി, ബോയ്ക്കോട്ട്, പിന്നെ എന്താണ്? സെൽഫ് റിലയൻസ്. ഈ രണ്ട് ആശയങ്ങളാണ് അന്ന് എന്ത് ചെയ്തത്? ഈ പറയുന്ന ബനാറസ് സമ്മേളനത്തിൽ ഉയർത്തപ്പെട്ടത്. സ്വദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മളുടെ പ്രൊഡക്റ്റുകൾ മാത്രം ഉണ്ടാക്കുക. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മശക്തി എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആത്മശക്തി ഉള്ളവരായിരിക്കുക എന്നീ രണ്ട് പ്രമേയങ്ങളാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഈ പറയുന്ന 1905 ബനാറസ് സമ്മേളനത്തില് പാസ്സാക്കപ്പെടുന്നത്. സ്വദേശി എന്ന് പറയുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തപ്പെട്ട കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? അത് ബനാറസ് സമ്മേളനമാണ്. ബനാറസ് എവിടെയാണ്? ബനാറസ് ഉത്തർപ്രദേശിലാണ്. അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. സ്വദേശി എന്നാൽ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നാണ്. കൃഷ്ണകുമാർ മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതായത് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന് പറയുന്ന ആശയം എന്താണ്? ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ആരാണ്? കൃഷ്ണകുമാർ മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? കൃഷ്ണകുമാർ മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ ബോധം മാത്രം സൃഷ്ടിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇന്ത്യക്കാരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമായിരുന്നില്ല സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അതെന്താണ്? പല രംഗങ്ങളിലും അത് ഇന്ത്യക്കാർക്കിടയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. ആ സമയത്താണ് ഇന്ത്യയിൽ എന്താണ്? ശാസ്ത്ര രംഗത്ത് ഇന്ത്യയിൽ ഒരു പ്രധാനി എന്നുള്ള പേരിൽ ആരുയർന്നു വരുന്നത്? ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന JC ബോസിന്റെ ഉദയം ഉണ്ടാകുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ശാസ്ത്രരംഗത്തെ ഒരു പ്രധാനിയായിരുന്നു, അല്ലെങ്കിൽ എന്താണ്? സ്വദേശി പ്രസ്ഥാനത്തിൽ അംഗമായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയിലെ ശാസ്ത്രരംഗത്തെ ഒരു പ്രധാനിയായിരുന്നു ആരെന്ന് പറയുന്നത്? ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന JC ബോസ്. അദ്ദേഹത്തിന്റെ ഒരു പത്രമായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്? സഞ്ജീവനി എന്നറിയപ്പെടുന്നത്. ശാസ്ത്രരംഗത്തെ പ്രധാനിയുടെ പേരെന്താണ്? JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ പത്രം അറിയപ്പെടുന്ന പേരെന്താണ്? സഞ്ജീവനി. മാത്രമല്ല ബംഗാളിൽ എന്താണ്? ഒരു കെമിക്കൽ സ്വദേശി സ്റ്റോർ ഉണ്ടാക്കി. എന്താണ്? ബംഗാളിൽ എന്താണ്? ഒരു കെമിക്കൽ സ്വദേശി, അതായത് ഈ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന
ഒരുപാട് കമ്പനികൾ ഇന്ത്യക്കാർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്വന്തമായിട്ട് നിർമ്മിക്കുവാൻ തുടങ്ങി. അതിൽ ബംഗാൾ കെമിക്കൽസ് എന്ന് പറയുന്ന സ്റ്റോർ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ആചാര്യ PC റായ് എന്ന് പറയുന്നത്. ആരാണ്? ആചാര്യ PC റോയ്. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് എന്തെന്ന് പറയുന്നത്, പ്രഫുല്ല ചന്ദ്ര റോയ് എന്ന് പറയുന്നത്. എന്താണ്? പ്രഫുല്ല ചന്ദ്ര റായ് എന്നാണ് അദ്ദേഹത്തിന്റെ എന്ത് പേര്, മുഴുവനായിട്ടുള്ള നാമം. എന്താണ്? ബംഗാൾ കെമിക്കൽ എന്ന് പറയുന്നത് എന്താണ്, സ്വദേശി സ്റ്റാറിന്റെ സ്ഥാപകനാണ് ആര്, ആചാര്യ PC റോയ്. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് എന്തെന്ന് പറയുന്നത്, പ്രഫുല്ല ചന്ദ്ര റോയ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ദ ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്, ഫാദർ ഓഫ് ദ ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, ആചാര്യ PC റോയ് എന്ന് പറയുന്നത്. ശാസ്ത്രരംഗത്തെ പ്രധാനി ആരായിരുന്നു, JC ബോസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു സഞ്ജീവനി. ബംഗാൾ കെമിക്കൽ സ്റ്റോറിന്റെ സ്ഥാപകനായിരുന്നു PC റോയ് എന്ന പ്രഫുല്ല ചന്ദ്ര റായ്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, ഫാദർ ഓഫ് ദ ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ, ആചാര്യ PC റോയ് എന്ന പ്രഫുല്ല ചന്ദ്ര റോയ്. പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് എന്താണ് ഒരു ബരിസാൽ കോൺഫറൻസിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? ആ പറയുന്ന വ്യക്തിയും, അതായത് സ്വദേശി സമരത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ. ഈ സ്വദേശീയ ബാന്ധവ് സമിതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബരിസാൽ സമിതി എന്നുള്ളത്. അശ്വനി കുമാർ ദത്ത. എന്താണ്? അശ്വനി കുമാർ ദത്ത. നമ്മൾ നേരത്തെ പഠിച്ച പേരാണത്. ബരിസാൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പേരാണ് എന്തെന്ന് പറയുന്നത് അശ്വനി കുമാർ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പേരാണ് അശ്വനി കുമാർ ദത്ത എന്നുള്ളത്. സ്വദേശി സമരത്തെ പിന്തുണച്ച് സ്വദേശി ബാന്ധവ് സമിതിയുടെ എന്താണ് സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന അശ്വനി കുമാർ ദത്ത എന്ന് പറയുന്നത്. അപ്പോ സമൂലമായി എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരികയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ എന്താണ് ഇങ്ങനെ ഇംഗ്ലീഷുകാരുടെ സൂപ്പർ ഹീറോകളെ കുറിച്ചൊക്കെ മാത്രം നമ്മുടെ കുട്ടികൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ സൂപ്പർ ഹീറോകളെ കുറിച്ചൊക്കെ മാത്രം നമുക്ക് കുട്ടികൾ വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളുടെ കുട്ടികളിൽ എന്താണ് ആത്മശക്തി പകരുവാൻ എന്താണ് സാഹിത്യകാരന്മാർ ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് എന്ന് പറയുന്നത് ഠാക്കൂർമാർ ജൂലി എന്നറിയപ്പെടുന്നത്. എന്താണ്? ഠാക്കൂർമാർ ജൂലി എന്നറിയപ്പെടുന്നത്. മുത്തശ്ശി കഥ എന്നുള്ള രീതിയിലാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ഠാക്കൂർമാർ ജൂലി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പുസ്തകം രചിച്ചത്. അപ്പോൾ ഠാക്കൂർമാർ ജൂലി അഥവാ മുത്തശ്ശി കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്, കുട്ടികൾക്ക് വേണ്ടി രചിച്ചത് ആരാണ്? അത് ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ ആണ്. ആരാണ്? ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ. അദ്ദേഹം രചിച്ച പുസ്തകം ഏതാണ്? ഠാക്കൂർമാർ ജൂലി അഥവാ മുത്തശ്ശി കഥ. ആർക്ക് വേണ്ടിയാണ് രചിച്ചത്? കുട്ടികൾക്ക് വേണ്ടിയാണ്. സ്വദേശി സമര കാലഘട്ടത്ത് ഇന്ത്യയിലുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ ബംഗാളിലുള്ള കുട്ടികളിൽ ആത്മശക്തി വളർത്തുന്നതിനായിട്ട് രചിക്കപ്പെട്ട പുസ്തകമാണ് എന്ന് പറയുന്നത് ഠാക്കൂർമാർ ജൂലി എന്നറിയപ്പെടുന്നത്. ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? ആ പുസ്തകം രചിച്ചത്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ആരംഭിച്ച ഒരു നൃത്ത നാടക രൂപമുണ്ട്. അതിന്റെ പേരാണ് എന്ന് പറയുന്നത് ജാത്ര എന്നുള്ളത്. എന്താണ്? ജാത്ര. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് എന്തെന്ന് പറയുന്നത് ജാത്ര. നോക്കുക, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് എന്തെന്ന് പറയുന്നത് ജാത്ര എന്ന് പറയുന്നത്. കുട്ടികളിൽ ആത്മശക്തി വളർത്താൻ ഇറങ്ങിയ പുസ്തകമാണ് ഠാക്കൂർമാർ ജൂലി. അത് രചിച്ചത് ആരാണ്? ദക്ഷിണരഞ്ജൻ മിത്ര മജുംദാർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് ജാത്ര എന്ന് പറയുന്നത്. സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യരംഗത്തും വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇതേ സമയത്താണ് നമ്മളുടെ രവീന്ദ്രനാഥ ടാഗോർ, നമ്മളുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ എന്താണ്? ബംഗാളിനെ വിഭജിച്ചാലും ബംഗാളിനെ വെട്ടിമുറിച്ചാലും ബംഗാളിന് മരണമില്ല, ബംഗാളി ഭാഷക്ക് മരണമില്ല,
ബംഗാളിയുടെ ഐക്യം തകർക്കുവാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവിത എഴുതി. ആ കവിതയാണ് അമർ സോന ബംഗ്ല എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത്. എന്താണ് അമർ സോന ബംഗാൾ എന്ന് പറയുന്ന കവിത? ആ കവിത ഇന്ന് ഒരു രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്. ഏതാണ് ആ രാജ്യം? ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാഷണൽ ആന്തമാണ് എന്തെന്ന് പറയുന്നത് അമർ സോന ബംഗാൾ എന്ന് പറഞ്ഞ് അന്ന് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ആ കവിത. രവീന്ദ്രനാഥ ടാഗോറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ട് രാഷ്ട്രങ്ങളുടെ നാഷണൽ ആന്തം എഴുതിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഒന്ന് നമ്മളുടെ രാജ്യം ഇന്ത്യ, രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെയും ദേശീയ ഗീതം അല്ലെങ്കിൽ നാഷണൽ ആന്തം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാളിന്റെ ദേശീയ ഗാനമാണ് എന്തെന്ന് പറയുന്നത് അമർ സോന ബംഗ്ല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇതോട് കൂടിയിട്ട് നമ്മൾ ഇത് കഴിയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ കൂടി എടുക്കാനുണ്ടാവും. നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കും. പിന്നെ എന്താണ്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ തകർച്ചയെ കുറിച്ച് കൂടി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്, ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.